നമസ്തേ. എനിക്കിപ്പോൾ പറയാനുള്ളത്, ഇന്ന് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന കാര്യം എടുത്തു പറയണമോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇപ്പോൾ പല തരത്തിലുള്ള കൊലപാതകം, പല എങ്ങനെയല്ലോ നടക്കുന്ന കൊലപാതകം, സ്വത്ത് സമ്പാദിക്കാനും സ്വത്ത് തട്ടാനും സ്വത്ത് കൈയടക്കാനും പൂർവികരെ വെട്ടിക്കൊള്ളുക, പിന്നെ അതുപോലെ തന്നെ പണമുണ്ടാക്കാൻ വലിയ തരത്തിൽ അധ്വാനിക്കാതെ എങ്ങനെയൊക്കെ ദുർമാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുക. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് മയക്കുമരുന്ന് വിൽപ്പന, മദ്യം. ഇതൊക്കെ മദ്യവും മയക്കുമരുന്നും. ഇതിനിടയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ ശരിയാവണമെങ്കിൽ കുടുംബത്തിൽ നിന്ന് തന്നെ വരണം, വീട്ടിൽ നിന്ന് തന്നെ ഇതിനുള്ള തുടക്കം വേണം എന്ന് അധികാരികൾ പറയുന്നത് പോലെ തോന്നി, കേട്ടതുപോലെ തോന്നി. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇതിനിടയ്ക്ക് ഞാൻ യൂട്യൂബിൽ ഒരു കാര്യം കണ്ടു. ഒരു ചെറിയ 1.5 വയസ്സുള്ള ഒരു ആൺകുട്ടിയും അതിൻ്റെ ചേച്ചിയായ 3 വയസ്സങ്ങനെ മാത്രം പ്രായമുള്ള പെൺകുട്ടിയും ചേച്ചി, 2 കൂട്ടർക്കും കൂടി ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ വെച്ചു കൊടുക്കുന്നു. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്നു, അടികൂടുന്നു, അതിന് വാരാൻ ശ്രമിക്കുന്നു. അവസാനം അങ്ങോട്ടും വലിച്ച് ഇങ്ങോട്ടും വലിച്ച് കയ്യിൽ അടക്കി വെച്ച് അങ്ങനെ കളിച്ച് അവസാനം ഇത് ആൺകുട്ടിയുടെ കയ്യിൽ തന്നെ എത്തി. 1.5 വയസ്സുള്ള ആൺകുട്ടി കയ്യിലാക്കി വെച്ചു. ഉടനെ പെൺകുട്ടി, ചെറിയ പാവംകുട്ടി കരഞ്ഞ് സാവകാശത്തിൽ ഒച്ചയൊന്നുമില്ലാതെ വിതുമ്പിക്കരയുന്നത് കണ്ടു. അത് കണ്ട അനുജൻ കുട്ടി, 1.5 വയസ്സുള്ള കുട്ടി ചേച്ചിക്ക് അപ്പാട് പാത്രം അങ്ങ് കൊടുത്തു. നോക്കണം, ചേച്ചി അത് കിട്ടിയ ഉടനെ വാങ്ങിയിട്ട് അനിയനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ഈ ഭക്ഷണത്തിന് അതുവരെ അടികൂടിയ എല്ലാ സംഗതിയെല്ലാം മറന്നുപോയി. തീർന്നില്ല, കുട്ടി ചേച്ചി വാരി ഇളയ കുട്ടിയുടെ വായിൽ വെച്ച് കൊടുത്തു. എന്താണ്? ഇതാണ് കുട്ടികൾ, ജനിക്കുന്ന കുട്ടികൾ. ഇതാണ് ഈ കുട്ടികളെ എന്തു ചെയ്യണം? ഇത് ദൈവമാണ്. ഇവിടെയാണ് ദൈവം. മറ്റ് കല്ലിലോ പ്രതിഷ്ഠയിലോ ഒന്നുമല്ല. ദൈവത്തെ കാണേണ്ടത് ഇവിടെയാണ്. ഈ കുട്ടികൾ അങ്ങനെ ചെയ്യിക്കുന്നത് ആരാണ്? ഏതോ ശക്തിയല്ലേ? ഇല്ല എന്ന് പറയുന്നവർ കപടന്മാരാണ്, കാപട്യക്കാരാണ്, കാപട്യം പറയുകയാണ്. അതിലില്ല ഈശ്വരശക്തി. നമ്മളിലൊക്കെ ഈശ്വരശക്തി ഇല്ലെങ്കിൽ നമ്മൾ വെറും ശവമല്ലേ? അതെന്താ ആരും ചിന്തിക്കാത്ത? നമ്മളിൽ ഒരു ഈശ്വരൻ്റെ ശക്തി, ഭഗവാൻ കൃഷ്ണൻ പറയുന്നു ഭഗവത്ഗീതയിൽ, ഞാനാണ് നിങ്ങളിലുള്ളത്, ഇങ്ങനെ നിങ്ങളായി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശക്തി ഇല്ലെങ്കിൽ നമ്മൾ വെറും ശവമല്ലേ? പിന്നെ ബോഡിയല്ലേ? അത് ഒരു ദിവസം വെച്ച് പോയാൽ നാറുകയില്ലേ? അപ്പോൾ ഇതാണ് അവിടെയാണ് ഈ സ്നേഹമെന്ന് പറയുന്നതും എല്ലാം ഒത്തുചേരുന്നത് ഒരു സ്ഥലത്താണ്. അതിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനാണ്. ഈ കുട്ടികളെയൊക്കെ നമ്മൾ അവിടുന്ന് അമ്മ വളർത്തിക്കൊണ്ടുവരുന്നു. അവിടുന്ന് പിന്നെ 5 വയസ്സ് കഴിഞ്ഞാൽ സ്കൂളിലാകുന്നു. അപ്പോൾ ഇവിടുന്നൊന്നും ഒരു കുട്ടിയെയും കൊലപാതകിയായിട്ട് ജനിപ്പിക്കുന്നില്ല. ഒരു കുട്ടിയും കൊലപാതകിയായി ജനിക്കുന്നില്ല. ഒരു കുട്ടിയും കള്ളനായി ജനിക്കുന്നില്ല. ഒരു കുട്ടിയും മോശ സ്വഭാവമുള്ളവനായി ജനിക്കുന്നില്ല. അത്
പിന്നീട് അമ്മ വളർത്തി കൊണ്ടുവന്നു 5 വയസ്സ് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് സ്കൂളിലേക്കാക്കി. അതേപോലെ തന്നെ ഒരു അധ്യാപികയോ അധ്യാപകനോ കുട്ടി മോശമാകട്ടെ, കുട്ടി കുറ്റവാളിയാകട്ടെ, കുട്ടി നശിച്ചു പോകട്ടെ, കുട്ടീനെ ആരെങ്കിലും കൊന്നു കളയട്ടെ എന്നൊന്നും വിചാരിച്ചിട്ടോ പ്രേരണ നൽകിയിട്ടോ പഠിപ്പിക്കുന്നില്ല. എന്തെങ്കിലും അങ്ങനെയുള്ള മോശമായ സ്വഭാവം, ഞാൻ ഒരധ്യാപകനായിരുന്നു, 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള യോഗം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ആ കുട്ടികളോട് പെരുമാറിയ ആ സ്വഭാവം എല്ലാം ഞാൻ എൻ്റെ വിഷയം മാത്രം പറഞ്ഞിട്ട് പോകലല്ല, എല്ലാ നന്മകളും, അതായത് എല്ലാ നല്ല സനാതനധർമ്മങ്ങൾ ഉൾക്കൊള്ളുന്ന പല കഥകളും സനാതനധർമ്മങ്ങളെപ്പറ്റിയുമൊക്കെ എന്ത് കണ്ടാലും തെറ്റ് കണ്ടാലും പരിഷ്കരിച്ചു കൊണ്ടുപോകാം. പക്ഷേ ഇന്നിപ്പോൾ പറഞ്ഞു സനാതന ധർമ്മങ്ങൾ വെറും അശ്ലീലങ്ങളാണെന്ന് പറഞ്ഞു കളഞ്ഞു. സനാതനധർമ്മങ്ങൾ അശ്ലീലമാണെന്ന് പറഞ്ഞാൽ പിന്നെ കൊല്ലുന്നതിനും കക്കുന്നതിനും മദ്യപിക്കുന്നതിനും കഞ്ചാവ് അടിക്കുന്നതിനും മയക്കുമരുന്ന് അടിക്കുന്നതിനും എന്താണ് വിഷമം? പലരും പണ്ടൊക്കെ കുറച്ച് മുമ്പ് വരെ 5 ഗ്രാം 10 ഗ്രാം മയക്കുമരുന്ന് പിടിച്ചു എന്നൊക്കെയാണ് കാണുന്നത്. ഇന്ന് കിലോ കണക്കിലാണ് പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണ്? അപ്പോൾ എന്താണ് സംഗതി? ഞാൻ മുമ്പൊരു വന്ദന എന്ന ഡോക്ടറിനെ അവൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഞാനൊരു ശോകഗാനം എഴുതി യൂട്യൂബിലിട്ടു. പല സ്ഥലത്തു നിന്നും വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വീകരിച്ചപ്പോൾ ചെറിയ ആധികാരിക സ്ഥാനങ്ങൾ വഹിക്കുന്ന ഭാഗത്തു നിന്ന് ഭയങ്കരമായ ഭീഷണി പോലെ വന്നു. ഞാൻ എല്ലാ ഭാഗത്തുനിന്നും പിൻവലിച്ചു കളഞ്ഞു. എന്നാൽ ഇപ്പോഴും എൻ്റെ യൂട്യൂബിലുണ്ട്. അതിന് അവൾക്കൊരു സ്മരണ ഗീതം, വിലാപഗീതമാണ് ഞാൻ ഒരുക്കിയത്. അതിൽ പറഞ്ഞത് ഈ കൊലപാതകത്തിന് പൂർണ്ണമായും മയക്കുമരുന്നും മദ്യവും തന്നെയാണ് ഈ കൊലപാതകത്തിന് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യമായ 2 സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പുക പോലും എടുത്തിട്ടില്ല, ഒരു തുള്ളി മദ്യം തൊട്ടിട്ടില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ കാരണം മദ്യം തൊട്ടിട്ടില്ല എന്ന് പറയാൻ കാരണം എനിക്ക് ഒരുപാട് പലരെയും കണ്ടിട്ടുള്ള അനുഭവം മിക്കവാറും കുറ്റകൃത്യങ്ങൾക്ക് കാരണം മദ്യം തന്നെയാണ്, മയക്കുമരുന്നുമാണ്. മദ്യവും മയക്കുമരുന്നും തന്നെയാണ് മിക്കവാറും 99% കുറ്റകൃത്യങ്ങൾക്കും കാരണം ഉണ്ടാക്കുന്നത് അതാണ്. എന്നാൽ അത് വേണ്ട, കുറച്ച് പണം കിട്ടുന്നതിന് വേണ്ടി എന്ത് കളിയും എന്ത് നാറ്റൊക്കെയും. നാരായണ ഗുരു പറഞ്ഞത് പുല്ലുപോലെ തള്ളിക്കളഞ്ഞു. എന്നിട്ടാണ് വേണ്ടിക്കൽ മദ്യഷോപ്പിന് പരസ്യമാക്കാൻ നാരായണ ഗുരുവിൻ്റെ ഫോട്ടോ ഉപയോഗിച്ചേക്കും. അങ്ങനെയുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്തും നടക്കുന്ന ഒരു അവസ്ഥയാണിപ്പോൾ. എന്ത് ചെയ്യുന്നതിനും ചുറ്റിക കൊണ്ട് 5 പേരെ അടിച്ചു കൊന്ന ഒരു യുവാവ്, 23 വയസ്സുകാരൻ. അങ്ങനെയുള്ളവരെയൊക്കെ ശരിക്കും അത് ഞാൻ ഉടനെ പറഞ്ഞു, അത് മയക്കുമരുന്നാണ്. മയക്കുമരുന്ന് കഴിച്ചവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഭ്രാന്ത് പോലെയാകും, അതാണ് മയക്കുമരുന്നാണ് അതിന് കാരണം എന്ന് ആ സംഗതി അറിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു, അതിന് കാരണം മയക്കുമരുന്നാണ്. അപ്പോൾ ഈ മയക്കുമരുന്ന് തീരെ ഇല്ലാതാക്കാൻ കഴിയുകയില്ലേ? ഇവിടെ വരാതിരിക്കാൻ കഴിയും. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മദ്യത്തിന് കുറേ പണം കൊടുക്കണം. മദ്യം കഴിച്ചിട്ടുണ്ടാക്കുന്ന എത്ര കുടുംബങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിയേണ്ടി വരുന്നു. ഞാൻ കണ്ടതിൽ വെച്ച് എത്ര കുട്ടികൾക്ക് ഒറ്റ കുപ്പായം ഇട്ടിട്ട് സ്കൂളിൽ വന്നിട്ട് ഞാൻ പലരെയും സഹായം, വലിയ പണക്കാരനൊന്നുമില്ല, ഞാൻ എൻ്റെ ചെറിയ സഹായം
ചെറിയതൊക്കെ വേണ്ടത് ഞാൻ സഹായിക്കാറുണ്ട്. അത്രയ്ക്കും ദരിദ്രനാണെങ്കിൽ ചിലപ്പോൾ ഞാനൊരു കുട്ടി ഷർട്ട് മാത്രം ഇടുന്ന കുട്ടി, ഒരു ദിവസം ഒരു ഷർട്ട് ഇടുന്ന കുട്ടിയോട് ഞാൻ ചോദിച്ചു, നിൻ്റെ അച്ഛൻ എന്താ ജോലി? തെങ്ങ് കയറ്റമാണ്. തെങ്ങ് കയറ്റം തേങ്ങ പറയും. അയാൾക്ക് നല്ല വരുമാനമില്ല. അയാൾ മകനെ ഇങ്ങനെ വളർത്തിയാൽ എന്ത് ചെയ്യും? ഞാൻ കൊടുക്കുന്നത് പാപമാണ്. ശരിക്കും എനിക്കങ്ങനെ സാമ്പത്തിക ശേഷിയൊന്നുമില്ല. ഞാൻ പഠിച്ച അവസ്ഥ ഞാൻ പറയാൻ പോവുകയാണ്. എന്താണ് കാരണമെന്ന് പറഞ്ഞാൽ, ഇതിന് നിങ്ങളൊക്കെ കണ്ടെത്തണേ. ഞാൻ എങ്ങനെ ഒരു ജീവിതം നായകനാക്കി. എൻ്റെ കാര്യമായ എപ്പോഴും ഇടപഴകുന്ന 2 സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞതാണ്. എന്തുകൊണ്ട് ആ ജീവിതം നായകനാക്കി എന്ന് പറഞ്ഞെന്നറിയോ? ഞാൻ ഇതുവരെ ഒരു സ്മോക്ക് പോലും എടുത്തിട്ടില്ല, ഒരു പുക പോലും എടുത്തിട്ടില്ല, ഒരു തുള്ളി മദ്യം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അവർ പറഞ്ഞു, ആ ജീവിതം നായകനാക്കി. ഒരാൾ തുടങ്ങി, 2 കൂടി ചേർത്തിട്ട് അങ്ങ് തീർത്തു. അപ്പോൾ ഇത് ഞാൻ വിശദീകരിക്കുന്നു. എൻ്റെ ജീവിതം നായകനാക്കിയതാണോ? ഞാൻ വിശദീകരിക്കുന്നു. ഓക്കെ.